ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് സ്റ്റഡി വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നല്ല മഴയൊക്കെയുള്ള ഒരു ദിവസമായിരുന്നു. നല്ല കോസി ഫീലായിരുന്നു. ഞാൻ പുറത്തൊക്കെ പോയി ചെടികളെയൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ടാണ് കയറി വന്നത്. കാരണം നല്ല ഇടിമിന്നലോടുകൂടി കാറ്റൊക്കെയുള്ള മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ നല്ല ശക്തിയിലുള്ള മഴയായിരുന്നു. എൻ്റെ കുറച്ച് താമര ആമ്പലൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശക്തിയിൽ വെള്ളം വീണാൽ ജസ്റ്റ് അമ്മ കൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് താമരേൻ്റെ കേസ് പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ അതിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വന്നു എന്തായിന്ന്. പിന്നെ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് കയറി വന്നു. ഈ വർഷത്തെ രണ്ടാമത്തെ മഴയാട്ടോ ഇത്. ആദ്യത്തെ മഴ ഇതുപോലെ നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു, ഇടിമിന്നലുണ്ടായിരുന്നു, ശക്തിയായിട്ട് മഴയായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ തന്നെ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വേനൽക്കാലത്ത് ഇടിമിന്നലോട് കൂടിയ കാറ്റും ആ കാറ്റിനൊരു പേര് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ പൊഴിഞ്ഞു വീഴുന്ന മീൻസ് ആ ഒരു അറിയാമെന്ന് വിചാരിക്കണു. പിന്നെ അതുപോലെ തന്നെ കാപ്പി പൂക്കാൻ ഈ മഴ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേരളത്തിൽ. അപ്പോൾ ഇതിനൊരു പേരുണ്ട്. അപ്പോൾ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പഠിച്ചിട്ടുണ്ടോ, നമുക്ക് ഓർമ്മയുണ്ടോ നോക്കാമല്ലോ. അപ്പോൾ ഞാൻ മഴ പെയ്തപ്പോൾ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. നല്ല കോസി ഫീലായിരുന്നു. ആ ഫീലോടുകൂടി മീൻസ് എന്താ പറയുക, പുറമെ എല്ലാം ഒന്ന് നിരീക്ഷിച്ച് ഞാൻ അകത്ത് കയറി വന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് 1 hour ഇപ്പോൾ വൈകുന്നേരം പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുഞ്ഞുവിന് എക്സാം തുടങ്ങിയിട്ടുണ്ട്, ആനുവൽ എക്സാം. അവൻ്റെ കൂടെ എന്താണെങ്കിലും ഇരിക്കണം. അവന് കൂടെ ഇരുന്നാൽ മാത്രമേ അവൻ പഠിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അവൻ സ്വന്തം പഠിച്ചോളും, പക്ഷെ നമ്മൾ അടുത്തിരിക്കണം. പിന്നെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഞാൻ വെച്ച് ഞാനും പഠിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ അവർ എക്സാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം പണികളൊക്കെ തീർത്ത് വെക്കും. കാരണം അവരുടെ കൂടെ എന്താണെങ്കിലും ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ എന്താ പറയുക, ഒരാൾക്കേ ഉള്ളൂ കേട്ടോ ആനുവൽ എക്സാം. അവർക്ക് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, കഴിയാനായിട്ടുണ്ട്. തേഴ്സ്ഡേ വരെ എക്സാം ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരം നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. NCERTയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്ത്യൻ പോളിറ്റിയിൽ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറയുന്ന 3 പാർട്ടുണ്ടല്ലോ. കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, നീതിന്യായ വിഭാഗം. അതിനകത്ത് മറ്റേ കാര്യനിർവഹണ വിഭാഗമാണ് നോക്കുന്നത്. നിയമനിർമ്മാണ വിഭാഗവും ഇത് 3ഉം ഇതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. പിന്നെ കാര്യനിർവഹണ വിഭാഗമാണ് കൊടുത്തേക്കുന്നത്. ഒരു 5-6 പേജസ് ഉണ്ട്. അപ്പോൾ അത് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പോയപ്പോൾ എവിടെയോ കണ്ട് നല്ലൊരു പരിചയം. ഇതിന് മുന്നേ പഠിച്ചതൊന്നുമല്ല. അപ്പം എനിക്ക് മനസ്സിലായി, +2 ഞാൻ കമ്പ്യൂട്ടർ കൊമേഴ്സ് ആയിരുന്നില്ല. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനുണ്ടായിരുന്നു. അത് തന്നെയാണല്ലോ നമ്മളിപ്പോൾ +1 ആണല്ലോ നോക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇന്നലെ പഠിച്ചത് ഇന്ന് ഓർമ്മയില്ലാത്ത എനിക്ക് അതിന് മുന്നേ പഠിച്ചതാണെന്ന് പറയുന്നതിൽ യാതൊരു പ്രസക്തിയും ഇല്ല. എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. എവിടെയോ വായിച്ചൊരു ഓർമ്മ കിട്ടി. പിന്നെ NCERT ആയതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ +2 ലെവലോ അല്ലെങ്കിൽ അതുപോലെ ഒറ്റയ്ക്കിരുന്ന് വളരെ കാമായിട്ട് പീസ്ഫുള്ളായിട്ടൊക്കെ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേഗം മൈൻഡിലേക്ക് കയറും. ആ സമയത്ത് ഞാനിരിക്കുന്നത് ഹോളിലാണ്, ഡൈനിങ് ഹാളിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിന് എക്സാം ആയതുകൊണ്ട് അവനെ പഠിപ്പിച്ചു കൊടുക്കണം. അൽക്കും അതൊക്കെ അതിൽ തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓടി എൻ്റെ അടുത്തേക്ക് ഓരോ ആവശ്യത്തിന് വരും, ഓരോ സംശയം ചോദിച്ച് വരും. അതിൻ്റെ കൂടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ട്. ഭാഗ്യത്തിന് TV ഇല്ല. TV മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് റീചാർജ് കേബിൾ കയറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എക്സാം കഴിയട്ടെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് അങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിച്ചത്. എനിക്കും അതുകൊണ്ട് ഗുണമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അല്ലാത്ത പക്ഷം ഞാനിരിക്കുന്നത് ഒരു വളരെ നോയ്സൻസ് ആയിട്ടുള്ള ഏരിയയിലാണ്. മീൻസ് നല്ല ഒച്ചപ്പാട്. എത്രയാണേലും എനിക്ക് കോസി ഫീലിൽ റൂമിൻ്റെ ഉള്ളിലിരുന്ന് പഠിക്കാനാണ് ഇഷ്ടം. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ പഠിക്കാനിരുന്ന അപ്പോൾ കുഞ്ഞിനെ പഠിപ്പിച്ച് കൊടുക്കണമെന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മക്കൾ അവർ 2 പേരും കൂടെ വരും. ബെഡിലൊക്കെ കുത്തി മറിഞ്ഞ് കളിക്കുക. അപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ഏത് സാഹചര്യത്തിലിരുന്ന് പഠിക്കാൻ ഞാനിപ്പോൾ എൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തി വെച്ചേക്കാണ്. കാരണം ആവശ്യം നമ്മുടെ ആയി പോയല്ലോ. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടൊന്നും നമുക്ക് പറ്റില്ല. മാറിയിരിക്കുന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ മാക്സിമം കോൺസെൻട്രേഷൻ കൊടുത്തിരിക്കുക. എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ഗ്രാസ്പ് ചെയ്യുക, പറ്റാത്തത് വിടുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പഠിക്കുക. അപ്പോൾ ആ ഒരു മൈൻഡിലാണ്. എന്താ പറയുക, നമ്മുടെ സാഹചര്യം നമ്മളെ ആ രീതിയിലൊക്കെ ആക്കും. ഒരു കുഴപ്പമില്ല. സാഹചര്യത്തിനും അവസ്ഥയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണമല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ നേടിയെടുക്കുന്നതിനായിരിക്കുമല്ലോ കുറച്ചുകൂടെ ഒരിത് കൂടുതൽ, അല്ലേ? അങ്ങനെ ഒരു
ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പഠിച്ച് 2-3 പേജ് പഠിച്ചിട്ട് ഞാനത് എഴുതി നോക്കി. കാരണം ചുമ്മാ വായിച്ച് പോയിട്ട് അത് മൈൻഡിൽ നിൽക്കുന്നുണ്ടോ, ഓർമ്മ കിട്ടുന്നുണ്ടോ, റിവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ ഒരു റഫായിട്ട് ഞാൻ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം 2-3 പോയിൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല, കുറച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങ് പഠിച്ചത് ചൂടാറുന്നതിൻ്റെ മുന്നാണല്ലോ എഴുതി നോക്കണേ, അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഓരോ ഡൗട്ട്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവന് നാളെ മലയാളത്തിൻ്റെയാണ് എക്സാം. നല്ല മടിയാണ് അവന് എഴുതാൻ. ഞാൻ അവനോട് ഇങ്ങനെ എക്സാമ്പിൾ പോലെ കാട്ടിക്കൊടുത്തു. കണ്ടോ അമ്മ ഇപ്പോൾ പഠിച്ചിട്ട് ഞാനത് റഫായിട്ട് എഴുതി നോക്കുക. നമ്മളങ്ങനെ എഴുതി നോക്കുമ്പോഴാണ് നമുക്കത് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാകത്തുള്ളൂ എന്ന് അവനോട് പറഞ്ഞു. ആരോട്? അവനതൊന്നും അങ്ങനെ എഴുത്തില്ല. അവനൊന്നും 1 hour ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. 10-20 മിനിറ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിച്ചു. നല്ല മടിയുണ്ട് കേട്ടോ. മാർക്കൊന്നും കുഴപ്പമില്ലെങ്കിൽ കൂടി ഇരുന്ന് പഠിക്കാൻ ഭയങ്കര മടിയാണ്. എനിക്ക് പെൺപിള്ളേരുടെ കേസ് അറിയത്തില്ല. എനിക്ക് ആൺപിള്ളേർ കുറച്ചുകൂടെ അങ്ങനെ മടിയൊക്കെ ഉള്ളതിൽ പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് ഇടയ്ക്ക് കുറച്ച് 20 മിനിറ്റ് ഇരിക്കും, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് ആട്ടോ അമ്മയെന്ന് പറഞ്ഞു പോകും. പിന്നെ അത് 10 മിനിറ്റ് വരെ തുടരും. പിന്നെ അവൻ്റെ അപ്പം അവിടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ പേടിച്ചിട്ട് ഓടിപ്പോരും. അങ്ങനെയാണ് അവൻ ചെയ്തത്. അങ്ങനെ അവനും ഞാനും കൂടെ ഇരുന്ന് പഠിച്ചു. 7:30 വരെയൊക്കെയാണ് ഇരുന്ന് പഠിച്ചത്. ഞാൻ വിചാരിച്ചു 8 മണി വരെ. രാത്രി വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ടൈം വരെ ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ വേണമെങ്കിൽ എനിക്ക് അതുവരെ 8 മണി വരെ ഇരുന്ന് പഠിക്കാമായിരുന്നു. 8 മണിക്കാണ് പ്രാർത്ഥിക്കുക. പക്ഷെ എന്തോ കുഴപ്പമെന്ന് വെച്ചാൽ 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തോ ആവശ്യമായിട്ട് അവർ വന്നു. ഞാൻ മലയാളം കൂടെ കുറച്ച് നേരം നോക്കാം, അരമണിക്കൂർ നോക്കാമെന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നോക്കിയുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നൈറ്റ് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഇരിക്കണം എന്ന് വിചാരിച്ചു. ഇരിക്കുവാണെങ്കിൽ അന്നേരം മലയാളം തീർക്കാനുള്ളത് ബാക്കി പോർഷൻസ് തീർക്കാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം വന്ന വഴി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.